നടക്കണം. നമ്മൾ ലക്ഷ്യം കാണുന്നത് വരെ മുന്നോട്ട് തന്നെ നടക്കണം. മടി കാരണം, ഭയം കാരണം, തോൽക്കുമോ എന്ന പേടി കാരണം മുന്നോട്ടുള്ള പോക്കിന് ഒരിക്കലും മുടക്കം വന്നൂടാ. 6 വർഷത്തെ ഗുരുകുല വിദ്യാഭ്യാസവും പരീക്ഷയെല്ലാം കഴിഞ്ഞ് 3 ശിഷ്യന്മാര് അടുത്ത ദിവസം അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു. സന്ധ്യയായപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ കൂടിയുണ്ട്. അവർ 3 പേരും ഒരുമിച്ച് ചോദിച്ചു, എല്ലാ പരീക്ഷയും കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഗുരു ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് നിന്നു. അടുത്ത ദിവസം രാവിലെ ഗുരുപത്നിയോട് യാത്രയും പറഞ്ഞ് അവർ 3 പേരും ഇറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ കാട്ടുവഴിയിൽ മുഴുവൻ മുള്ളെന്ന് പറഞ്ഞാൽ മുള്ളോട് മുള്ള്. ഒന്നാമത്തവൻ അതും ചവിട്ടി അങ്ങ് നടന്നുപോയി. അവന്റെ കാലിൽ മുള്ളുകൾ കുത്തിക്കയറി ചോര വാർന്നൊലിക്കാൻ തുടങ്ങി. മുറിവേറ്റ കാലും കൊണ്ട് ഇനിയും മുന്നോട്ട് നടക്കാൻ സാധിക്കാതെ അവൻ അവിടെ തന്നെ കുത്തിയിരുന്നു. രണ്ടാമത്തവൻ ആ വഴി തന്നെ ഉപേക്ഷിച്ച് കാടിനകത്തേക്ക് മറ്റൊരു വഴിയും തേടിപ്പോയി. കുറെ കഴിഞ്ഞപ്പോൾ അവനും തിരിച്ചു വന്നു. മൂന്നാമത്തവൻ ആ വഴിയിലുള്ള മുള്ളെല്ലാം ഒരു വടി കൊണ്ട് കോരി മാറ്റി ആ വഴിയെ തന്നെ ശുദ്ധമാക്കി അതിലൂടെ നടന്നുപോയി. അപ്പുറത്തെ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന ഗുരു ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഇത് തന്നെയായിരുന്നു നിങ്ങൾക്കുള്ള പരീക്ഷ. മുന്നോട്ട് നടക്കുമ്പോൾ വഴിമുടക്കുന്ന പലതും ഉണ്ടാവും. അതിനെ നിങ്ങൾ 3 പേരും 3 രീതിയിലാണ് സമീപിച്ചത്. അവയെ എടുത്തു മാറ്റി ഇനിയും വരാനുള്ളവർക്ക് കൂടി വഴിയൊരുക്കി നടക്കാൻ മനസ്സ് കാണിച്ച മൂന്നാമന്റെ ആ മനോഭാവം ഉണ്ടല്ലോ, അതിന് തന്നെയാണ് 1-ാം സ്ഥാനം.